നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നെക്സാ ട്രേഡ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒരു വ്യക്തി അഫിലിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നെക്സാ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ റൺ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നെക്സാ ട്രേഡ് ഒരു ഗ്ലോബൽ എക്കോ സിസ്റ്റത്തിലൂടെ ഫംഗ്ഷൻ ചെയ്യുന്ന വളരെ സുതാര്യമായിട്ടുള്ള, അതായത് സിന്തറ്റിക് ഇൻ്റലിജൻസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മുതലായ നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിപ്റ്റോ ഫോറക്സ്, അതേപോലെ തന്നെ കമ്മോഡിറ്റി ട്രേഡിങ്, ഇതേപോലെയുള്ള ട്രേഡിങ്സിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ നെക്സാ ട്രേഡ്. നെക്സാ ട്രേഡിൻ്റെ രജിസ്ട്രേഷൻ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് US-ലും UK-യിലുമായിട്ടാണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ രീതിയിലുള്ള വരുമാനങ്ങളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റുകളാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തുകയ്ക്ക് 0.20 മുതൽ 0.50% വരെ ഡെയിലി പ്രോഫിറ്റ് ഷെയർ കമ്പനി കൊടുക്കുന്നുണ്ട് ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട്. മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ 4 മുതൽ 4.4% മുതൽ 11% വരെയാണ് ഒരു മാസം അവർക്ക് കിട്ടുക, ഇൻവെസ്റ്റർക്ക് കിട്ടുക. മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് $100 ആണ്. മാക്സിമം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് $1,00,000 ആണ്. മിനിമം വിഡ്രോവൽ എമൗണ്ട് 20 USDT. ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ കൊടുക്കാം. മാക്സിമം വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അറ്റ് എ ടൈം $1,00,000 വരെയാണ്. അതുപോലെ തന്നെ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ 24 ഹവേഴ്സിനുള്ളിൽ ഏത് വാലറ്റിലേക്കാണോ നമ്മൾ വിഡ്രോവൽ കൊടുക്കുന്നത് ആ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. 10% വിഡ്രോവൽ ചാർജുകൾ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമാണ് വിഡ്രോവൽ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നിപ്പോൾ വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് വിഡ്രോവൽ ഓപ്പൺ ആവുകയുള്ളൂ. പിന്നെയുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെഫറൽ വിഡ്രോവൽ ഇൻസ്റ്റൻ്റ് ആണ്. നമ്മളൊരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി 5% റെഫറൽ കൊടുക്കുന്നുണ്ട്. ആ റെഫറൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് വിഡ്രോവൽ കൊടുത്താൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാലറ്റിലേക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് $100 $100, $250, $500 എല്ലാം ബിഗിനേഴ്സ് ക്ലബ്ബിൽ വരുന്ന പാക്കേജുകളാണ്. അതുപോലെ തന്നെ ബേസിക് ക്ലബ് പാക്കേജ് $1000, സ്റ്റാർ ക്ലബ് പാക്കേജ് $2500, എലൈറ്റ് ക്ലബ് പാക്കേജ് $5000. അതുപോലെ തന്നെ $10,000 റോയൽ ക്ലബ് പാക്കേജ് ഉണ്ട്. $25,000 അംബാസഡർ ക്ലബ് പാക്കേജ് ഉണ്ട്. $50,000 പ്രസിഡൻഷ്യൽ ക്ലബ് പാക്കേജ് ഉണ്ട്. $1,00,000 സുപ്രീം ക്ലബ്ബ് പാക്കേജുകളുമുണ്ട്. ഇതിൽ ഏത് പാക്കേജും സെലക്ട് ചെയ്തുകൊണ്ട് നെക്സാ ട്രേഡിൻ്റെ ഭാഗമാകാൻ സാധിക്കും. പിന്നെ നെക്സാ ട്രേഡിൻ്റെ ഡിവിഡൻഡ് റോയൽറ്റി ബോണസ്, അംബാസഡർ ക്ലബ്ബിൽ എലിജിബിൾ ആവുന്ന ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് ഷെയറിൻ്റെ 10% കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അംബാസഡർ ക്ലബ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പ്രസിഡൻഷ്യൽ ക്ലബ്ബിലേക്ക് വരുന്ന വ്യക്തികൾക്ക് 20% ഡിവിഡൻഡ് ഷെയറാണ്, പ്രോഫിറ്റ് ഷെയറാണ് കമ്പനി മാറ്റിവെക്കുക. സുപ്രീം ക്ലബ് മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ 40% കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. ഓരോ ക്ലബിലും എലിജിബിൾ ആവുന്ന വ്യക്തികൾക്ക് അതാത് ക്ലബിലുള്ള തുക ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു റെഫറൽ ആൻഡ് 5%. ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തുകയുടെ 5% ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് റെഫറൽ ബോണസായിട്ട് കമ്പനി ഏൺ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫിലിയേഷൻ പ്ലാറ്റ്ഫോം ഓവർവ്യൂ, അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, അവർക്കും റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഈ പറഞ്ഞ മൾട്ടിപ്പിളായിട്ട് വ്യക്തികളെ ബിസിനസ്സിലേക്ക് അഫിലിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വിഡ്രോവൽ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 0.05% മുതൽ 27% വരെ ROIയുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ലെവൽ ഇൻകം ആയിട്ട് 10 ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെവൽ വൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ 10 ലെവലിലാണ് കമ്പനി ലെവൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലെവൽ 1-ൽ 10%, ലെവൽ 2-ൽ 5%, ലെവൽ 3-ൽ 4%, ലെവൽ 4-ൽ 3%, ലെവൽ 5-ൽ 2%, ലെവൽ 6-ൽ 1%, ലെവൽ 7 മുതൽ 10 വരെ 0.5%. ഇവിടെ കൊടുക്കുന്ന ഈ ലെവൽ റിവാർഡുകളുടെ പെർസെൻറ്റേജ് ROIനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്
എത്രയാണോ റിവാർഡായിട്ട് അവരുടെ ROI ക്രെഡിറ്റ് ആവുന്നത് അതിൻ്റെ 10% ആണ് ലെവൽ 1 വരിക. സെക്കൻഡ് ലെവലിൽ ROIക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിൻ്റെ 5%. അപ്പോൾ ROIനെ ബേസ് ചെയ്തിട്ടാണ് ലെവൽ ഇൻകത്തിൻ്റെ റിവാർഡ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ലെവലുകളും കിട്ടാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ കമ്പനി ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ, ഒരു $100 പാക്കേജ് എടുത്തിട്ട് വരുന്ന വ്യക്തിക്ക് ലെവൽ 1ഉം ലെവൽ 2ഉം ലെവൽ 3ഉം 3 ലെവൽ വരെ ലെവൽ ഇൻകം കിട്ടാനായിട്ട് എലിജിബിൾ ആയിരിക്കും. ലെവൽ 4ഉം ലെവൽ 5ഉം അപ് ടു ലെവൽ 5 വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ $10,000 ബിസിനസ് വോളിയം, എല്ലാ ടീമിൽ നിന്നുള്ള വോളിയം $10,000 ആവുകയും USDT ആവുകയും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം ബിഗിനേഴ്സ് ക്ലബ്ബ് ആവുകയും വേണം. അതായത് $500 ബിസിനസ് പാക്കേജ് മിനിമം സെൽഫായിട്ട് ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തിയും $10,000 ബിസിനസ് വോളിയം ടീമിലും വന്നു കഴിഞ്ഞാൽ 5 ലെവലിൽ നിന്നുള്ള വരുമാനം കിട്ടാൻ അദ്ദേഹം എലിജിബിൾ ആവും. അതുപോലെ തന്നെ ഈ 10,000-ന് പുറമെ $25,000 പുതിയ ബിസിനസ് വോളിയവും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക് ക്ലബ് മെമ്പർഷിപ്പായിട്ടുള്ള $1,000 എടുത്തു കഴിഞ്ഞാൽ 7 ലെവൽ വരെ ഓപ്പണായി കിട്ടും. അഡീഷണൽ $50,000 ടീം ബിസിനസ് വോളിയവും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് $2,500 സ്റ്റാർ ക്ലബ് മെമ്പറും എടുത്തു കഴിഞ്ഞാൽ 10ാമത്തെ ലെവൽ വരെയുള്ള ഇൻകം കിട്ടുവാൻ അദ്ദേഹം എലിജിബിളായി വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഓരോ ലെവലിൽ നിന്നും 10 ലെവലിൽ നിന്നും വരുമാനം കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കമ്പനി പറയുന്നത്. ഇനി ഇതിനകത്ത് റാങ്ക് പ്രോഗ്രഷനാണ്. നമുക്കറിയാം $10,000 ടീം ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അച്ചീവർ റാങ്കിലേക്ക് എലിജിബിൾ ആവും. $25,000 അഡീഷണൽ ബിസിനസ് വോളിയം, അതായത് $10,000 പുറമെ $25,000 ബിസിനസ് വോളിയം ടീമിലൂടെ വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് റാങ്ക് ആവും. $50,000 ബിസിനസ് വോളിയം ടീമിലൂടെ അഡീഷണൽ ആയിട്ട് വന്നു കഴിയുമ്പോൾ പ്രൈം റാങ്കിലേക്ക് എത്തും. അതുപോലെ $1,00,000 ആവുമ്പോൾ മാസ്റ്റർ റാങ്ക്, $2,00,000 ആവുമ്പോൾ സിഗ്നേച്ചർ റാങ്ക്, $5,00,000 ബിസിനസ് വോളിയം എത്തുമ്പോൾ ടീമിലൂടെ വരുമ്പോൾ ഇംപീരിയൽ റാങ്ക്, $10,00,000 ബിസിനസ് വോളിയം ടീമിലൂടെ വരുമ്പോൾ സോവറിൻ റാങ്ക്, അതുപോലെ $30,00,000 ബിസിനസ് വോളിയം ടീമിലൂടെ വരുമ്പോൾ ക്രൗൺ റാങ്ക്, $50,00,000 ബിസിനസ് വോളിയം ടീമിലൂടെ വരുമ്പോൾ ലെഗസി റാങ്ക്. ഇവിടെ റാങ്കിലേക്ക് എലിജിബിലിറ്റി ആവാനായിട്ട് കമ്പനി ഒരു നിബന്ധന അവിടെ വെക്കുന്നുണ്ട്. അതായത് 50% ബിസിനസ് വോളിയം, 50% ബിസിനസ് വോളിയം ഫ്രം സിംഗിൾ ടീം ആൻഡ് റിമൈനിങ് 50% ബിസിനസ് വോളിയം ഫ്രം ഓൾ അതർ ടീംസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലൊരു പാക്കേജ് എടുത്ത് വന്നു, നമ്മുടെ ഡയറക്റ്റ് റെഫറലായിട്ട് നമ്മൾ 3 വ്യക്തികളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ABC. അതിൽ A ടീമിലൂടെ $10,000 ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 50% ആയിട്ടുള്ള $5,000 ബാക്കി BC ടീമിൽ നിന്ന് വരുന്ന ബിസിനസ് വോളിയവും ഒരു 5,000 കൂടെ വന്നപ്പോൾ 10,000 കൗണ്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് അച്ചീവർ റാങ്കിലേക്ക് എലിജിബിൾ ആക്കും. ഈ രീതിയിലായിരിക്കും റാങ്കിലേക്കുള്ള ക്രൈറ്റീരിയ കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ അച്ചീവർ റാങ്കിലേക്ക് എലിജിബിൾ ആവുന്ന ഒരു വ്യക്തിക്ക് കമ്പനി അഡീഷണൽ ആയിട്ടൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. $10,000 ടീം ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അച്ചീവർ റാങ്കിലേക്ക് എത്തും. അച്ചീവർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ $100 അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് കമ്പനി റിവാർഡായിട്ട് കൊടുക്കും. അതുപോലെ എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് $25,000 ബിസിനസ് വോളിയത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് $250 ആണ് അവർ റിവാർഡായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈം മെമ്പർഷിപ്പ്, പ്രൈം റാങ്കിലേക്ക് എലിജിബിൾ ആവുന്ന ഒരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്നത് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഒരു മലേഷ്യ ട്രിപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ റാങ്ക്, $1,00,000 മാസ്റ്റർ റാങ്ക് ബിസിനസ് വോളിയം ടീമിലൂടെ ചെയ്യുന്ന വ്യക്തിക്ക് വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കിട്ടും. തായ്ലൻഡ് ട്രിപ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ റാങ്കിലേക്ക് വരുന്ന വ്യക്തിക്കും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ദുബായ് ട്രിപ്പാണ് ഇവിടെ കമ്പനി ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംപീരിയൽ റാങ്കിൽ എലിജിബിൾ ആവുന്ന ഒരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്നത് ഒരു യൂറോപ്യൻ ട്രിപ്പാണ്. പിന്നെ സോവറിൻ റാങ്കിലേക്ക് എലിജിബിൾ ആവുന്ന വ്യക്തിക്ക് നമുക്കറിയാം, പിക്ചറിൽ കാണുന്ന പോലെ മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് EV SUV ആയിട്ടുള്ള BE6 ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം അഡീഷണൽ ആയിട്ട് ഒരു റാങ്ക് എലിജിബിൾ ആവുന്ന വ്യക്തികൾക്ക് കമ്പനി കൊടുക്കുന്ന ലെവൽ ഇൻകത്തിനും ഡയറക്റ്റ് റെഫറൽ ഇൻകത്തിനും ROIക്കും പുറമെ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റുകളാണ്. അതുപോലെ തന്നെ ക്രൗൺ റാങ്കിലേക്ക് എലിജിബിൾ ആവുന്ന റാങ്കിലെത്തുന്ന വ്യക്തിക്ക് BYDയുടെ ഒരു EV SUV ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒരു ബ്രാൻഡ് ന്യൂ ടെസ്ല കാർ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടത് ലെഗസി റാങ്കിലേക്ക് എലിജിബിൾ ആകുക എന്നുള്ളതാണ്. ഇതാണ് നെക്സ ട്രേഡ് എന്ന കമ്പനിയുടെ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടീം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തികൾക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പോൾ നിലവിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.